ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു ഹാപ്പി മൺഡേ ആശംസിക്കുന്നു. അപ്പോൾ ഈ എഗ്ലോണിമ തൈകൾ ഇവിടെ ഒരു തൈ നട്ടത് ഇപ്പോൾ ഒന്നാകെ ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കാണാൻ ഭംഗിയില്ലാതെ നിൽക്കുന്നതെന്ന് മോൻ പറയുകയുണ്ടായി. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് നട്ടു കൊടുത്തെങ്കിൽ കൂടുതൽ ഭംഗിയാവുമെന്ന് ഒരു അഭിപ്രായം പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇത് മാറ്റിയിട്ട് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ പുറത്തേക്ക് കാണുന്ന മാതിരി പൂ പിടിച്ച് കാണുമ്പോൾ നല്ല രസം ഉണ്ടാവുമല്ലോ. ഇത് ഇങ്ങനെ ആകുമ്പോൾ ഒരു രസമില്ല. അപ്പോൾ അങ്ങനെ നട്ടു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ കുറേശ്ശെ രാവിലെ തന്നെ അതിൻ്റെ പണിയൊക്കെ എല്ലാം ഒന്നിച്ച് കഴിയില്ല. ഓരോരോ മരടേ പിടിച്ചിട്ട് സൈഡിലേക്ക് നട്ടു കൊടുക്കുകയാണ്. അപ്പോൾ വാഴക്കൊല മൂത്ത് നല്ല പാകമായിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് കൊത്താറായി. അപ്പോൾ അത് കൊത്തിയെടുത്തെങ്കിൽ ഇവിടെ കുറച്ചുകൂടി ഒരു ഭംഗി വരും. ഇതിപ്പോൾ വാഴയും പൂച്ചെടിയും എല്ലാം ഒന്നിച്ച് നിൽക്കുന്നുണ്ട്. അത് കാണാനൊരു ഭംഗിയില്ലാതെ മാതിരിയുണ്ട്. പക്ഷെ അതിങ്ങനെ കൂടുതൽ ഭംഗിയാക്കുന്ന ഒരു ഐഡിയ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഇങ്ങനെ നിങ്ങളുടെ ആരും കമൻ്റൊന്നും ചെയ്യാറില്ല, ഒരു കമൻറ്റും വരാറില്ല. വീഡിയോ ഇടുക അത് മാത്രമേ ഉള്ളൂ. ഒരു കമൻ്റ് ഒന്നും ആരും ചെയ്യാറില്ല, വീഡിയോ കാണുന്നവരെ തന്നെ. അപ്പോൾ അങ്ങനെ ഒരു കമൻ്റെല്ലാം കിട്ടുമ്പോഴാണ് നമുക്ക് പിന്നെയും വീണ്ടും വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനം കിട്ടുക കേട്ടോ. അപ്പോൾ ഇവിടെ ഇഞ്ചി ഇത് നിങ്ങൾ കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട, ഇത് ഉണങ്ങിയതാണെന്ന്. ഇതിൻ്റെ കാലാവധി കഴിഞ്ഞപ്പോൾ ഇനി വെള്ളം ഒഴിക്കൊന്നും ചെയ്തുകൂടാ. വെള്ളം ഒഴിച്ചെങ്കിൽ അത് അതിലുള്ള ഒരു കണ്ട ചീഞ്ഞു പോവും. അപ്പോൾ ഇങ്ങനെ ഉണങ്ങി അത് ഒരു പാകമായിട്ട് കളക്കാറാകുമ്പോൾ അത് കളച്ചെടുക്കുകയാണ് പതിവ്. അപ്പോൾ ചീര ഇങ്ങനെ വിത്തിട്ടതെല്ലാം മുളച്ചിട്ടുണ്ട്. മഴ വന്നിരുന്നെങ്കിൽ ഒന്നും നശിച്ചിട്ടില്ല, എല്ലാം ഇങ്ങനെ മുളച്ച് വന്നിട്ട് ഉണ്ട്. നന്നായി മുളച്ച് എല്ലാ വിത്തും മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അങ്ങനെ രാവിലെ തന്നെ ഒരു കൃഷിയിലെ ആ ഒരു ജോലിയിലേക്ക് പോയത് കൊണ്ട് തന്നെ നല്ല ഒരു പ്രഭാതം തന്നെയായിരുന്നു ഇന്ന്. അപ്പോൾ അഗ്ലോണിമ തൈകൾ ഇത് എൻ്റെ അടുത്ത് രണ്ട് സൈസ് ഉണ്ട്. ഇത് ഒരേ കളറില്ല, ഇത്ര കളറില്ലാത്തതും ഇത് നല്ല കളറ് കുറച്ച് കുറവായതാണ്. പക്ഷെ മറ്റേത് നല്ല കളറുണ്ടായുള്ളതാണ്. അപ്പോൾ ഈ പുല്ലിൽ ഈ സൈഡിൽ മോനൊരു അഗ്ലോണിമ തൈ കൊണ്ടുവന്നിട്ട് നട്ടിട്ടുണ്ട്. ഇത് ഭംഗിയുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതാണ് ഞങ്ങളുടെ ചുറ്റുമുള്ള ഒരു പ്രദേശം എന്ന് പറയുന്നത്. കവുങ്ങൻ തോട്ടവും പച്ചപ്പും പുല്ലും നല്ലൊരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നുന്നില്ലേ? നല്ലൊരു അന്തരീക്ഷവും എപ്പോഴും ഒരു പച്ചപ്പ്, ഒരു തണുപ്പ് ഒക്കെ ഉണ്ടാവും ചുറ്റുപാടും. നല്ല വെയിലുള്ള സമയത്തും ഇവിടെ തണുപ്പ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് ഇതൊക്കെ കൊണ്ടാണ്. ചുറ്റുമുള്ള ആ ഒരു പ്രകൃതി തന്നെയാണ് ഈ ഒരു തണുപ്പൊക്കെ നൽകുന്നത്. പൂക്കളും ചെടികളും വരണ്ട ഒരു കാലാവസ്ഥ അനുഭവപ്പെടാറേയില്ല. എപ്പോഴും നല്ല ഉച്ച വെയിലിലും നല്ലൊരു തണുപ്പ് അനുഭവപ്പെടുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.